ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് NBTC കമ്പനി മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം. മരിച്ചവരുടെ വീട് സന്ദർശിക്കും. അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. ലേബർ ക്യാമ്പുകളുടെ സുരക്ഷ കൃത്യമായി വിലയിരുത്തിയിരുന്നുവെന്നും അപകടം ദൗർഭാഗ്യകരമെന്നും KG എബ്രഹാം പറഞ്ഞു. When we lost our family members of 49, 50 people, I couldn't bear it. They were all my brothers. We believed not because of our mistake, but still we will take the responsibility. We cannot say that it is not our responsibility. They were living, working with us. They built the company. They are our family. They said this was happened because of a short circuit. It is not by negligence. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, വളരെ വൈകാരികമായാണ് KG എബ്രഹാം പ്രതികരിച്ചത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടു. കുടുംബാംഗങ്ങളെപ്പോലെ കരുതിയവരെയാണ് നഷ്ടമായതെന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. കൂടുതൽ സഹായങ്ങൾ ഇവരുടെ കുടുംബത്തിന് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് കടക്കും. ഏത് തരത്തിലാണ് കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്? കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ എങ്ങനെയായിരിക്കും അശ്വിൻ? രജിത്ത്, കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് KG എബ്രഹാം. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ഓരോ തൊഴിലാളികളും കുടുംബാംഗങ്ങളെ പോലെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ട എല്ലാ സൌകര്യങ്ങളും സഹായങ്ങളും വരും ദിവസങ്ങളിൽ ഒരുക്കുമെന്നുള്ള ഉറപ്പുകൂടി നൽകുകയാണ് KG എബ്രഹാം. അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെയും മരണപ്പെട്ടവരുടെയും വീടുകളിലേക്ക് 25,000 രൂപ ആദ്യം തന്നെ എത്തിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഈ എല്ലാവർക്കും, അതായത് അപകടത്തിൽ മരണപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപയുടെ സഹായം, ധനസഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി 2 കമ്പനി പ്രതിനിധികൾ വെച്ച് മരണപ്പെട്ട എല്ലാ ആളുകളുടെയും വീടുകളിൽ നേരിട്ടെത്തി അവരുടെ സാഹചര്യം മനസ്സിലാക്കും, അവരുടെ വിവരങ്ങൾ ശേഖരിക്കും. ഭാര്യയും മക്കളും ഉള്ളവർക്ക് അവർക്കാണ് പ്രഥമ പരിഗണന നൽകുക. ഭാര്യയ്ക്കും മക്കൾക്കും ഇൻഷുറൻസ് കൊടുക്കും. ഒപ്പം സഹോദരങ്ങളടക്കം ഉള്ളവരാണെങ്കിൽ അവർക്ക് കമ്പനിയിൽ ജോലിയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലും ഈ കുടുംബം വഴിയാധാരമാകുന്ന, അനാഥമാകുന്ന സാഹചര്യത്തിലേക്ക് ഒരു കുടുംബവും പോകേണ്ടതില്ല, അല്ലെങ്കിൽ അതിന് അനുവദിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനു പുറമെ കമ്പനിയിലെ എല്ലാ ജീവനക്കാരും ഇൻഷുറൻസ് സുരക്ഷയുള്ളവരാണ്. അവർക്ക് മരണപ്പെട്ടവർക്ക് 4 വർഷത്തെ ശമ്പളം അത് ഇൻഷുറൻസ് തുകയായി ലഭിക്കും. അതിനു പുറമെയാണ് NBTC കമ്പനി നൽകുന്ന 8 ലക്ഷം രൂപ കൂടി ഇവർക്ക് ധനസഹായം എന്ന നിലയിൽ നൽകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും കമ്പനി ഉറപ്പു നൽകുന്നുണ്ട്. ഒരു തരത്തിലുള്ള അശ്രദ്ധയും ഈ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണ്, സെക്യൂരിറ്റിയുടെ മുറിയിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണമായത് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എങ്കിലും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. ഒരു തരത്തിലും അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല, അതിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഒളിച്ചോടാനോ ശ്രമിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ചില വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു, കേരളത്തിലുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അപകട സമയത്ത് കുവൈറ്റിലുണ്ടായിരുന്നില്ല അടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനെല്ലാം അദ്ദേഹം തള്ളുന്നുമുണ്ട്. അപകട സമയത്ത് കേരളത്തിലായിരുന്നു, പക്ഷേ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും. എന്തായാലും സഹായം പൂർണ്ണമായി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കുവൈറ്റിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകേണ്ടതുണ്ടെങ്കിൽ പോകുമെന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നാണ് NBTC കമ്പനി വ്യക്തമാക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം അല്പസമയം മുമ്പാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. മരിച്ചവരുടെ വീട് സന്ദർശിക്കും. അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. കുടുംബാംഗങ്ങളെപ്പോലെ കണ്ടവരെയാണ് നഷ്ടമായിരിക്കുന്നത്. എല്ലാ സഹായങ്ങളും കുടുംബത്തിന് ഉറപ്പാക്കും എന്നും അദ്ദേഹം പറയുന്നതോടൊപ്പം തന്നെ ഏത് അന്വേഷണവുമായും സഹകരിക്കാൻ തയ്യാറാണെന്നും KG എബ്രഹാം വ്യക്തമാക്കുന്നു. അശ്വിൻ പാലാഴി അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പൊതുപരിപാടിക്കിടെ ക്ഷോഭിച്ചിറങ്ങിപ്പോയതിൽ മറുപടിയുമായി മുൻമന്ത്രി G. സുധാകരൻ. 10 മണിക്ക് നിശ്ചയിച്ച പരിപാടിയുടെ അധ്യക്ഷൻ 10:45 വന്നില്ല. 12 മണിക്ക് മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് താൻ പോയത്. മന്ത്രി സജി ചെറിയാൻ പരിപാടിയിൽ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് മാധ്യമങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നും G. സുധാകരൻ ചോദിച്ചു. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് G. സുധാകരൻ വിശദീകരിക്കുന്നത്? ഒപ്പം തന്നെ സജി ചെറിയാൻ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് ആരും എന്താണെന്നും പറയാത്തത് എന്നൊരു പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ടല്ലോ മനീഷ്.
ടി കെ റീജിത്ത്, ഈ മറ്റൊരു പരിപാടിയിൽ ചാരിമൂട് പങ്കെടുത്തുകൊണ്ട് അവിടെ പ്രസംഗിക്കുമ്പോഴാണ് ഈ പരിപാടി സംബന്ധിച്ചൊരു വാർത്ത വന്നതും ആ വാർത്തയിൽ താൻ ഇറങ്ങിപ്പോയെന്ന വ്യാഖ്യാനം അതിന് വന്നെന്നും അത് സംബന്ധിച്ചുള്ള വിശദീകരണം എന്ന രീതിയിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇറങ്ങിപ്പോയതല്ല, താൻ ഇറങ്ങിയാണ് പോയത്, പക്ഷേ ഇറങ്ങിപ്പോയതല്ല എന്ന രീതിയിലാണ് അദ്ദേഹം ആ വാക്കുകൾ പറഞ്ഞത്. 10 മണിക്ക് തനിക്ക് പുരസ്കാരദാന ചടങ്ങിലേക്ക് തന്നെ വിളിച്ചത് 10 മണിക്കാണ്, ക്ഷണിച്ചത് 10 മണിക്കാണ്. പക്ഷേ ഈ പരിപാടി 10:45 അധ്യക്ഷനായിട്ടുള്ള CPM ജില്ലാ സെക്രട്ടറി ആർ നാസറോ ഒപ്പം തന്നെ ഉദ്ഘാടകയോ മന്ത്രിയോ എത്തിയില്ല. പിന്നീട് അവിടെ ഹരിപ്പാട് ഏരിയ സെക്രട്ടറിയോട് കാര്യങ്ങൾ പറഞ്ഞു. തനിക്ക് മറ്റൊരു പരിപാടി ഉള്ളതാണ്, 12 മണിക്ക് ചാരിമൂടാണ് പരിപാടി, ആ പരിപാടിയിലേക്ക് താൻ പോവുകയാണ്, അങ്ങനെ പ്രതിഷേധിച്ചിറങ്ങിപ്പോയതല്ല എന്നാണ് സുധാകരൻ പറയുന്നത്. ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കും വിമർശനമുണ്ട്. ഈ പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ എത്തിയിരുന്നില്ല. എന്തുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാൻ വരാതിരുന്നത്, മാധ്യമങ്ങൾ വാർത്തയാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും മാധ്യമങ്ങൾക്ക് നേർക്ക് ജി സുധാകരൻ വിരൽ ചൂണ്ടി. ഈ പരിപാടി 10 മണിക്ക് തുടങ്ങേണ്ട പരിപാടി പിന്നീട് തുടങ്ങിയത് 11 മണിക്കാണ്. 11 മണിക്ക് മുൻപാണ് ഉദ്ഘാടകയായിട്ടുള്ള CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത എത്തിയത്. പിന്നീട് സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ അസൗകര്യം മൂലം പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നുകൂടി അറിയിച്ചു. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഇറങ്ങിപ്പോക്ക് വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇതിൽ വിശദീകരണവുമായി മുൻ മന്ത്രി രംഗത്തെത്തിയത്. ശരി, മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ ടെമ്പോ വാൻ നദിയിലേക്ക് മറിഞ്ഞ് 10 മരണം. വാഹനത്തിൽ 17 യാത്രക്കാരുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് അപകടം, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ, ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു നിതിൻ? റിജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഋഷികേശ് ഭദ്ര ദേശീയപാതയിൽ ഇത്തരമൊരു അപകടം ഉണ്ടായത്. രുദ്രപ്രയാഗിന് സമീപം റൈത്തോലിയിലാണ് അപകടം നടന്നത്. ടെമ്പോ വാൻ അത് നദിയിലേക്ക് മറിയുകയായിരുന്നു. നിയന്ത്രണം വിട്ട വാഹനമാണ് ഇത്തരത്തിൽ നദിയിലേക്ക് മറിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. വിനോദസഞ്ചാര കേന്ദ്രമായ ചോപ്തയിലേക്ക് ഡൽഹിയിൽ നിന്ന് പോയ സംഘമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ വാഹനം അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ പോലീസും അതോടൊപ്പം നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. പക്ഷേ 10 പേർ മരണത്തിന് കീഴടങ്ങി. ഏതാണ്ട് 17 പേർക്ക് ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ഇവരെ ഇപ്പോൾ ഋഷികേശ് എയിംസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും വയനാട് പനമരം പുഞ്ചവയലിൽ കാട്ടാനക്കൂട്ടം. കൃഷിയിടത്തിലാണ് 4 കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. തുരത്താൻ വനംവകുപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നാട്ടുകാരൊക്കെ പറയുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് സുർജിത്ത്? നിലവിലെ ഈ ആനകളെ തുരത്തുന്ന നടപടി തുടങ്ങിയിരിക്കുകയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് പുഞ്ചവയൽ നീർവാരം റോഡിലാണ്. പരിയാരത്ത് പത്മനാഭൻ നമ്പ്യാരുടെ തോട്ടത്തിൽ, അതായത് ആ തോട്ടത്തിലാണ് ഈ ആനകൾ നിലയുറപ്പിച്ചിരുന്നത്. 4 ആനകളാണ് ഉണ്ടായിരുന്നത്. ഈ 4 ആനകളിൽ ഇപ്പോൾ 2 എണ്ണത്തിനെ സമീപത്തുള്ള പാടത്തുകൂടെ ഇറക്കി ഇവിടെ നിന്നും വനത്തിലേക്ക്, അമ്മാനി വനമേഖലയാണ്, 1.5 കിലോമീറ്റർ അടുത്താണ് വനമേഖലയുള്ളത്. ഇവിടേക്ക് തുരത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ആനകൾ തോട്ടത്തിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 മണിയോടുകൂടി ഇതിന്റെ ദൗത്യം തുടങ്ങിയതാണ്. പടക്കം പൊട്ടിച്ച് ആനകളെ വനത്തിന് ഈ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ദൗത്യം. അതിൽ 2 ആനകളെ ഇപ്പോൾ ഇറക്കി കൊണ്ടുപോകുന്ന ആ ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെയുണ്ട്. അത് അമ്മാനി വനമേഖലയിലേക്കാണ് ഈ ആനകളെ കടത്തുന്നത്. അതായത് ഈ കമുകിൻ തോട്ടത്തിലൂടെ ഉൾപ്പെടെ ഇതിനെ ഓടിച്ചുകൊണ്ട്, കാപ്പിത്തോട്ടമാണ് പ്രധാനമായി അവിടെ കൃഷി, ആ തോട്ടത്തിലാണ് നിലയുറപ്പിച്ചിരുന്നത്. അതിനകത്തു നിന്ന് കൊണ്ടുവന്ന് കമുകിൻ തോട്ടത്തിനുള്ളിലൂടെ ഈ വയലിലേക്ക് ആനകളെ ഇറക്കി ഇനി അല്പ ദൂരം കൂടിയേ ഉള്ളൂ ഈ വനമേഖല എന്ന് പറയുന്ന, അമ്മാനി എന്ന് പറയുന്ന വനമേഖല. ആ വനമേഖലയിലേക്കാണ് ഈ ആനകളെ കൊണ്ടുപോകുന്നത്. നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ 8 ആനകൾ ഈ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നത്. ഏതാണ്ട് ഈ നീർവാരം എന്ന് പറയുന്ന പ്രദേശം നിരന്തരം ആനകളുടെ ശല്യമുള്ള മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയ രീതിയിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് എപ്പോഴും ഭീഷണി ഉണ്ടാകുന്ന ഒരു ഭൂപ്രദേശമാണ്. ദൗത്യം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് അധികം സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നുള്ള പ്രദേശവാസികളുടെ പ്രതികരണത്തിൽ. എല്ലാം തകർത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഫുള്ളായിട്ടാണ് എല്ലാ വഴിക്കും വരായിരുന്നു. ഉദ്യോഗസ്ഥന്മാര് ഫെൻസിന് മുഴുവൻ തകർത്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് കൃഷി എടുക്കാനേ പറ്റുന്നില്ല. ഇത് 30 കൊല്ലമായിട്ട് ഈ ആന വരുന്നുണ്ട്. ഇവർ ഇതുപോലെ വന്ന് ഓടിക്കും. ഇത് തന്നെയാണ് സ്ഥിതിയുള്ളത്. ഇനി നാളെയും വരും. ഇപ്പൊ ആന പോയാണ് ഇപ്പൊ തന്നെ തിരിച്ചു വരും. അതാ ഇത് തൊട്ടടുത്ത് ഇപ്പൊ 4 ആനകളാണ് ഇപ്പൊ അവിടെ മരിക്കുന്നത്. 4 ആനകൾ മരിച്ചു. ഒന്നും ചെയ്യുന്നില്ല.
ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഒന്നും ചെയ്യുന്നില്ല. ഇവരിങ്ങനെ വന്ന് ഓടിക്കും. ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല, കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റില്ല, കൃഷി എടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് ചെയ്യുന്നത്. ഇതിൽ തൊട്ട് മേലെ ഫോറസ്റ്റാണ്. ഇത് കാർഡ് അത്ര കോടി പാസ്സാക്കി, ഇത്ര കോടി പാസ്സാക്കി എന്ന് പറയുന്നുണ്ട്. ഇവിടെ കാർഡ് ചെയ്യുന്നില്ല, ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. കുറ്റപ്പെടുന്നതല്ല, സർക്കാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ നോക്കുന്നില്ല. ഇവിടെ മൃഗത്തിനാണ് വില കൂടുതൽ, മനുഷ്യന് ഒരു വിലയില്ല. മനുഷ്യൻ പട്ടീനെ അഭിപ്രായം പോലും വിലയില്ല. പട്ടീനെ വണ്ടി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കേസെടുക്കാൻ ആളുണ്ട് ഇവിടെ. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. വയനാട് പനമരം പുഞ്ചവയലിലാണ് കാട്ടാനക്കൂട്ടം എത്തിയിരിക്കുന്നത്. പതിവായി കാട്ടാനകൾ എത്തുന്ന പ്രദേശമാണ്, മേഖലയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, തുടർച്ചയായി പരാതിപ്പെട്ടിട്ടും യാതൊരു വിധത്തിലുള്ള ഇടപെടലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്നുള്ള പരാതി ഇതൊക്കെ അവിടെയുള്ള നാട്ടുകാർ ഉയർത്തുകയാണ്. അല്പസമയം മുമ്പ് കണ്ടത് അവിടെയുള്ള പ്രദേശവാസികളുടെ പ്രതികരണമാണ്. 4 കാട്ടാനകളാണ് ആ മേഖലയിൽ തമ്പടിച്ചിരുന്നത്. കൃഷിയിടത്തിൽ 4 കാട്ടാനകളെ കാണുകയായിരുന്നു. രാവിലെ മുതൽ ആനകൾ അവിടെ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തുരത്താനുള്ള നടപടി വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 2 ആനകളെ ഇപ്പോൾ വനമേഖലയിലേക്ക് ഉൾക്കാട്ടിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളുണ്ട്. മറ്റ് ആനകളുടെ കാര്യത്തിൽ എന്താണ് വനംവകുപ്പ് ആലോചിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അവരുടെ പ്രതികരണങ്ങളിൽ അത് വ്യക്തവുമാണ്. എന്താണ് നാട്ടുകാർ പറയുന്നത്? ഇപ്പോൾ ഈ 2 ആനകളെ ഉൾക്കാട്ടിലേക്ക് കയറ്റുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികൾ നടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ബാക്കിയുള്ള ആനകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് വനംവകുപ്പിന്റെ തീരുമാനം, സുർജിത്ത്? എന്തായാലും ഈ 4 ആനകളെയും തുരത്താനുള്ള ദൗത്യമാണ് റിജിത്ത് നടത്തുന്നത്. കാരണം ജനവാസ മേഖലയിലേക്ക് കൂടുതൽ ജനവാസ ജീവിതത്തെ ചെറിയ ചില സാങ്കേതിക തടസ്സമുണ്ട്. അല്പസമയത്തിനകം തന്നെ സുർജിത്തിലേക്ക് തിരികെ എത്താം. വയനാട് പനമരത്തു നിന്നുള്ള പുഞ്ചവയലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കാട്ടാനക്കൂട്ടം തമ്പടിച്ചതിനെ തുടർന്ന് വനംവകുപ്പെത്തി അതിനെ തുരത്താനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. കൃഷിയിടത്തിലാണ് 4 കാട്ടാനകൾ നിലയുറപ്പിച്ചിരുന്നത്. തുരത്താനുള്ള നടപടികളുടെ ഭാഗമായി 2 ആനകളെ ഇപ്പോൾ ഉൾവനത്തിന് സമീപത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വലിയ ആശങ്ക സ്വാഭാവികമായും ജനങ്ങൾക്ക് ഉണ്ടാകും. ഈ ആനയെ തുരത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ ജനങ്ങൾക്കൊക്കെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് തരത്തിലുള്ള നടപടിയാണ് വനംവകുപ്പ് അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് എന്നുള്ളത് അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകും. നേരത്തെ നാട്ടുകാരുടെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. സ്ഥിരമായി കാട്ടാനക്കൂട്ടം ഇറങ്ങി ജനങ്ങളുടെ ജീവന് സ്വത്തിന് ഭീഷണി ഉയർത്തുന്ന സാഹചര്യമുണ്ട്. എന്നിട്ടും അതിന് പരിഹാരമില്ല എന്നുള്ളതാണ് അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാരെ കൊണ്ടുവന്നെത്തിക്കുന്നത്. മനുഷ്യജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത സമീപനമാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ള പരാതി നേരത്തെ ആ നാട്ടുകാരൻ്റെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടിരുന്നു. കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, കുട്ടികളെ സ്കൂളിലേക്ക് ധൈര്യത്തോടെ വിടാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ആ മേഖലയിലുണ്ട്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് ഈ ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ഇതിൻ്റെ വിശദാംശങ്ങളുമായി തിരികെ എത്താം. ഷോർട്ട് ബ്രേക്ക്. വാർത്തകളിലേക്ക് വീണ്ടും. വയനാട് പനമരം പുഞ്ചവയലിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. കൃഷിയിടത്തിലാണ് 4 കാട്ടാനകൾ നിലയുറപ്പിച്ചിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, വനംവകുപ്പിന്റെ നടപടികൾ എങ്ങനെ? സുർജിത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോഴൊരു പ്രദേശവാസിയുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ 5 പേരുടെ തോട്ടത്ത് പണിയെടുക്കുന്നുണ്ട്. 5 പേര് പണിയെടുക്കുന്ന തോട്ടത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിക്കേണ്ട പോയിട്ട്. ഒരു തോട്ടത്ത് ഞങ്ങൾ 5 പേര് പണിയെടുക്കും. നമുക്ക് വൈകുന്നേരം 500 രൂപ കൂലി കിട്ടും. എന്നാൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വന്ന് പുറശ്ശേരി പറയണ്ടേ, ഞങ്ങൾ ആ തോട്ടത്തുണ്ടോ ഒന്ന് മാറിക്കണം എന്ന് പറയണ്ടേ. ഈ കറക്റ്റ് റോഡിൽ അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്, അറിയോ? അപ്പോൾ ഒന്ന് പുറശ്ശേരി വന്നിട്ട് ഒന്ന് കാര്യങ്ങൾ പറയണ്ടേ. നിങ്ങൾ മാറിക്കണം, ഒന്ന് ആന വരുന്നുണ്ട് ഓടിക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരും. വന്നിട്ട് അതൊന്നും വേണ്ടിയില്ല. ഇവർ റോഡിൽ കൂടെ അലൗൺസ്മെൻറ്റ് ചെയ്ത് പോവുക. ഞങ്ങൾ ഇത്ര നേരം പണി ബാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയല്ലേ? അതേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഒരു ആന ഓടിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് തോട്ടത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് വന്ന് നോക്കണം. ഈ തോട്ടത്താണ് കറക്റ്റ് ആന വരുന്ന ചാലിലാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. പെണ്ണുങ്ങളും 5 പെണ്ണുങ്ങളുണ്ട്, 5 ആണുങ്ങളുണ്ട്. അപ്പോൾ അവർ പറയേണ്ട കാര്യങ്ങൾ നെറ്റുണ്ട് റൂട്ട്.
സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഒന്ന് ഈ സ്ഥിരമായി ഈ മേഖലയിൽ കാട്ടാന ശല്യമുള്ള ഇടമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ള പരാതി. മറ്റൊന്ന്, ഈ ആനകളെ തുരത്തുന്നതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് വേണ്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയില്ല എന്നുള്ള പരാതി. എന്താണ് അവിടെയുള്ളവർ പറയുന്നത് സുർജിത്ത്? എന്തായാലും വലിയുള്ള ആരോപണം വനംവകുപ്പിനെതിരെ ഉണ്ട്. പൊതുവെ വനംവകുപ്പിനെതിരെ വികാരമുള്ള ഒരു പ്രദേശമാണിത്. കാരണം ഈ നീർവാരം, അമ്മാനി, അതോടൊപ്പം തന്നെ പുഞ്ചവയൽ ഉൾപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ കാട്ടാനകൾ ഉൾപ്പെടെ, കാട്ടാനകൾ മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യമുള്ള മേഖലയാണ്. അതായത് വനത്തിൽ നിന്ന്, അമ്മാനി വനമേഖലയിൽ നിന്നാണ് ഈ ആനകളെല്ലാം തന്നെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത്. അത്തരത്തിലൊരു സംഭവമാണ് ഇന്നും ഉണ്ടായത്. ഏതാണ്ട് 2-3 മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ആന ഷോക്കേറ്റ് മരിച്ച സംഭവം ആരും മറന്നു കാണില്ല. ആ ഷോക്കേറ്റ് മരിച്ച സംഭവം തെങ്ങ് മറിച്ചിടുന്നതിനിടെയാണ് ആനയ്ക്ക് ഷോക്കേറ്റ് ഈ ആന ചെരിയുന്ന ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ആ ഒരു സംഭവം ഉൾപ്പെടെ ഇത്തരത്തിൽ കാട്ടാനകളുടെ സാന്നിധ്യം നിരന്തരമായി ഈ മേഖലയിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള സംഭവ വികാസങ്ങളാണ്. നേരത്തെ 8 ആനകൾ അടക്കം ഇറങ്ങി വന്ന അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വനംവകുപ്പ് വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ല. മാത്രമല്ല ഫെൻസിംഗ് ഉൾപ്പെടെ ശരിയല്ല. ഈ ട്രഞ്ച് ഉണ്ടായിരുന്നു നേരത്തെ, ആ ട്രഞ്ച് മൂടി ഇപ്പോൾ ഹാങ്ങിങ് ഫെൻസിംഗിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അങ്ങനെ ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകളെ തുരത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. വിഴിഞ്ഞം തുറമുഖത്തിന് കസ്റ്റംസിന്റെ അംഗീകാരം. ഇതോടെ തുറമുഖത്തിലൂടെയുള്ള ചരക്ക് നീക്കം നിയമവിധേയമായി. കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പൂർത്തിയായതിനെ തുടർന്നാണ് അനുമതി നൽകിയത്. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ അൻസാർ, സാങ്കേതികമായി വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടി പൂർത്തിയാവുന്നു. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അഖിൽ ഷാ? ശ്രീജിത്ത്, കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട്, ഈ അംഗീകാരവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖ അധികൃതർക്ക് 20 മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചതിനെ തുടർന്നാണ് നിലവിൽ കസ്റ്റംസിന്റെ അംഗീകാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, IT സംവിധാനങ്ങൾ, ഈ പ്രധാനപ്പെട്ട സർവർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ കൃത്യമായി പൂർത്തിയാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ കസ്റ്റംസിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇനി വളരെ കുറച്ച് അനുമതികൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുൾപ്പെടെ ലഭിക്കാനുള്ളത്. സർക്കാർ എന്തായാലും എത്രയും വേഗം തന്നെ ഈ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാനുള്ള നീക്കത്തിലുമാണ്. ശരി, അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി ഇപ്പോൾ കിട്ടിയതിന്റെ സമയം പൂർത്തിയാവുകയാണ്. ഇനി 100 ന്യൂസ് ആണ്. പ്രധാനപ്പെട്ട 100 വാർത്തകളുമായി പ്രേക്ഷകർക്കൊപ്പം പ്രജിൻ സി കണ്ണനെത്തും. നമസ്കാരം.